അപ്പോൾ 12 ലക്ഷം രൂപക്കാണ് നമ്മുടെ ഒഫ്താലിൻ്റെ ആ ഓപ്പറേഷൻ തിയേറ്റർ നമ്മൾ പുതിയതിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നാടിന് സമർപ്പിക്കുന്നത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. അടിമുടി മാറ്റത്തിനൊരുങ്ങി പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി. നിർമ്മാണം പൂർത്തീകരിച്ച 1 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം 12-ന് ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി. നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സാധാരണക്കാരായ നൂറുകണക്കിന് രോഗികൾ വിവിധ അസുഖങ്ങൾക്കായി ചികിത്സ തേടിയെത്തുന്ന പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ രോഗികൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് 1 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. ആശുപത്രിയിൽ നവീകരിച്ച ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് 12-ന് 3 മണിക്ക് ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി. ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നവീകരിച്ച ഗൈനക്കോളജി, ജനറൽ സർജൻ, ENT, ഓർത്തോപീഡിക്സ് ഓപ്പറേഷൻ തിയേറ്ററുകളും കണ്ണ് ശസ്ത്രക്രിയയ്ക്ക് ആധുനിക സൗകര്യങ്ങളോടെയുള്ള പുതിയ തിയേറ്ററും നവീകരിച്ച ഓട്ടോക്ലേവ് സംവിധാനവും പ്രീ മെഡിക്കേഷൻ റിക്കവറി റൂമുകളും ഉൾക്കൊള്ളുന്നതാണ് തിയേറ്റർ കോംപ്ലക്സ്. നേത്ര ശസ്ത്രക്രിയ തിയേറ്ററിന് MP ഫണ്ടിൽ നിന്നാണ് 12 ലക്ഷം രൂപ അനുവദിച്ചത്. ബ്ലഡ് ബാങ്ക് ഫണ്ടിൽ നിന്ന് 40 ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്തിന്റെ 30 ലക്ഷം രൂപയും ഉൾപ്പെടെ 70 ലക്ഷം രൂപ ചെലവഴിച്ചാണ് തിയേറ്ററുകൾ നവീകരിച്ചത്. കഴിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട MP ആയിരുന്ന സംദാനി സാഹിബിനോട് നമ്മൾ ആവശ്യപ്പെട്ടതായിരുന്നു ഈ ആശുപത്രിയിലേക്ക് ഒരു ഒഫ്താലിൻ്റെ ഒരു ഓപ്പറേഷൻ തിയേറ്റർ. നിലവിൽ നമുക്കറിയാം തിയേറ്റർ നമുക്കറിയാം ഇന്നൊരു ഏതെങ്കിലും ഒരു കണ്ണിൻ്റെ സർജറിയാണ് നടക്കുന്നതെങ്കിൽ നാളെ ആയിരിക്കും മറ്റു വിഭാഗം സർജറികൾ. അതിനെക്കുറിച്ച് നമ്മൾ RMOയും ഡോക്ടർ റൌഫും സൂപ്രണ്ടൊക്കെ ഇവിടെ വിശദീകരിക്കും. അപ്പോൾ അങ്ങനെ ഒഫ്താൽ OT നമുക്ക് ഏകദേശം 12 ലക്ഷം രൂപക്കാണ് അന്ന് അദ്ദേഹം അനുവദിച്ച് തന്ന ഒഫ്താൽ OTയുടെ പണി പൂർത്തീകരിച്ചു. അപ്പോൾ സമയം ചോദിച്ചപ്പോൾ നമുക്ക് ലഭ്യമായ സമയം ഇപ്പോഴത്തെ MP തന്നത് 12-ാം തീയതി 3 മണിക്കാണ്. അപ്പോൾ 12 ലക്ഷം രൂപക്കാണ് നമ്മുടെ ഒഫ്താലിൻ്റെ ആ ഓപ്പറേഷൻ തിയേറ്റർ നമ്മൾ പുതിയതിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നാടിന് സമർപ്പിക്കുന്നത്. അതോടൊപ്പം പെരിന്തൽമണ്ണയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് റോഡിൻ്റെ ഇരുവശവുമാണ് നമ്മുടെ ഹോസ്പിറ്റൽ നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് വിഭാഗം ഇവിടെ ഓപ്പറേഷൻ നടത്തും, കുറച്ച് വിഭാഗം അവിടെ ഓപ്പറേഷൻ നടത്തും. അതിനെല്ലാം ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി HMCയിൽ ഇരുന്ന് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ നമുക്ക് കുറച്ച് ഫണ്ട് കൂടുതലായിട്ട് ആവശ്യമായി വന്നു. ആ ഫണ്ട് നമ്മളെ ബ്ലഡ് ബാങ്ക്, നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ തന്നെ പ്രവർത്തിക്കുന്ന ബ്ലഡ് ബാങ്ക് നമുക്ക് 40 ലക്ഷം രൂപയാണ് അതിനനുവദിച്ചു തന്നു. ഇപ്പോൾ നമുക്ക് തിയേറ്ററുകളെല്ലാം ഒരു കുടക്കീഴിലേക്ക് നമ്മൾ ഈ WNC കെട്ടിടത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ബ്ലഡ് ബാങ്ക് നമുക്ക് 40 ലക്ഷം രൂപ അനുവദിച്ചു തന്നു. MP-യുടെ ഫണ്ടിൽ നിന്ന് നമുക്ക് 12 ലക്ഷം രൂപ അനുവദിച്ചു തന്നു. ബാക്കി തുക അതിലേക്ക് ആവശ്യമായ ലൈറ്റുകൾ, കാരണം ഇന്ന് നമുക്കറിയാം മോഡേൺ ഓപ്പറേഷൻ തിയേറ്ററുകൾ നമ്മുടെ തിരൂരിലും നിലമ്പൂരിലൊക്കെ സജ്ജമാക്കിയത് മലപ്പുറം ജില്ലാ പഞ്ചായത്താണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ഈ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ തിയേറ്ററിനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ RMOയും അന്നത്തെ സൂപ്രണ്ടൊക്കെ നമ്മുടെ ആവശ്യപ്പെട്ട പ്രകാരമുള്ള ഓട്ടോക്ലേവ്, അതുപോലെ തന്നെ ലൈറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ജില്ലാ പഞ്ചായത്തും ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 70 ലക്ഷം രൂപയുടെ പദ്ധതികളാണ് നമ്മുടെ 12-ാം തീയതി ബഹുമാന്യായ MP ഉദ്ഘാടനം ചെയ്തത്. ഡയാലിസിസ് യൂണിറ്റിന് കൂടുതൽ സൗകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായി മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിന് ജില്ലാ പഞ്ചായത്തിൽ നിന്നും 50 ലക്ഷം രൂപ വകയിരുത്തി നിർമ്മിച്ച ഇഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ഉദ്ഘാടനം നജീബ് കാന്തപുരം MLA നിർവഹിക്കും. ഇഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ദിനം പ്രതി 32ഓളം ഡയാലിസിസുകൾ നടത്താനാകും. നമ്മുടെ ഡയാലിസിസ് രോഗികൾക്ക് ഡയാലിസിസ് കൊടുക്കുന്ന സംവിധാനം നേരത്തെ ഉള്ള ഭരണസമിതി അതിൻ്റെ തുടക്കം കുറിച്ചെങ്കിലും അത് നമുക്ക് പ്രവൃത്തി തുടക്കം കുറിക്കാനായത് നമ്മുടെ ഭരണസമിതിയുടെ കാലത്താണ്. ഇപ്പോൾ 2 ഷിഫ്റ്റുകളിലായി 16ഓളം വരുന്ന ആളുകൾക്ക് നമ്മൾ സൗജന്യമായി ഡയാലിസിസ് കൊടുക്കുന്നുണ്ട്. അതിനെ നമ്മൾ 3-4 ഷിഫ്റ്റ് കൂടി അഡീഷണൽ വർദ്ധിപ്പിക്കുക, അതായത് ഒരു 16 ആൾക്ക് കൂടി കൂടുതൽ സേവനം കൊടുക്കുന്നതിന് വേണ്ടി ഡെയിലി 16 എന്നുള്ളത് നമ്മൾ 32ലേക്ക് മാറുകയാണ്. അപ്പോൾ അഡീഷണൽ 2 ഷിഫ്റ്റ് നമ്മൾ വർദ്ധിപ്പിക്കണമെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധി മുന്നിലുണ്ടായിരുന്നത് തൊട്ടപ്പുറത്തെ വീട്ടുകാരുടെ പരാതി ഉണ്ടായിരുന്നു. കാരണം മലിനജലം പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു കൃത്യമായൊരു സംവിധാനം ആശുപത്രിയിൽ വേണം. അത് ഇഫ്ലുവൻ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, അതായത് ETP എന്ന് പറയുന്ന ഒരു പ്ലാന്റ് നമ്മളിവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 16 എന്നുള്ളത് 32ലേക്ക് എത്തുവാനും സമീപത്തുള്ള പ്രദേശവാസികളുടെ പരാതി പരിഹരിക്കാനും സാധിക്കുമെന്ന് നമ്മൾ കണ്ടെത്തി. അങ്ങനെയാണ് നമ്മൾ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് 50 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് ETPയുടെ പ്രവർത്തനം നമ്മൾ അതും അന്ന് 12-ാം തീയതി നമ്മുടെ ബഹുമാനായ നമ്മുടെ നിയോജക മണ്ഡലം MLA നജീബ് കാന്തപുരവും
അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം നടത്തുന്നുണ്ട്. 9 ഡയാലിസിസ് മെഷീനുകളുള്ള പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ ഡയാലിസിസ് സെന്ററിൽ പ്രതിദിനം 24 ഡയാലിസിസ് നടത്താൻ സൗകര്യമുണ്ട്. പ്രതിദിനം 10,000 ലിറ്റർ മലിനജലം ശുദ്ധീകരിക്കാനാകുന്ന ആധുനിക പ്ലാന്റാണ് ഇവിടെ നിർമ്മിക്കുന്നത്. പുനരുപയോഗം ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള നൂതന അൾട്രാ ഫിൽട്രേഷൻ ടെക്നോളജി ഉപയോഗിച്ചാണ് പ്ലാന്റ് നിർമ്മിക്കുന്നത്. കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ മാനദണ്ഡങ്ങൾക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ശുചിത്വ മിഷൻ അംഗീകാരത്തിനും വിധേയമായിട്ടാണ് പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഗവൺമെന്റ് അക്രഡിറ്റഡ് ഏജൻസിയായ IRTCക്കാണ് നിർമ്മാണ ചുമതലയെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ പറഞ്ഞു. ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സിൽ സജ്ജീകരിച്ചിരിക്കുന്ന സംവിധാനങ്ങളെക്കുറിച്ച് ഡോക്ടർ റൌഫ് വിശദീകരിച്ചു. HMC യോഗത്തിലെ തീരുമാനപ്രകാരം ജില്ലാ ആശുപത്രിയിലെ പാർക്കിംഗ് ഫീസ് 50% കുറച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ L ഷീനാലാൽ, RMO ഡോക്ടർ ദീപക് K വ്യാസ്, ഡോക്ടർ AK റൌഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ഫാമിലി പ്ലാനിംഗ് ഒക്കെയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്. ഒരു കുഞ്ഞു വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.